ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശ്യാമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഓഡിഷന് കൂട്ടിക്കൊണ്ടു പോകുന്ന അഖിലിനെയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ആദ്യം കണ്ടയുടൻ തന്നെ ശ്രീകുട്ടി ഓടി ചെല്ലുകയാണ്. ഞാൻ അങ്കിളിനെ കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചോ എന്ന് മോള് ചോദിക്കുമ്പോൾ ആദ്യം പറയുകയാണ്, ഇല്ല മോളെ, എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. ഇന്നലെ അങ്കിളും അമൃതാൻ്റിയും കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പേടിച്ച് ചത്തുപോയേനെ എന്ന് ശ്രീകുട്ടി പറയുന്നു. പിന്നെ ഇന്നലെ എന്നെ രക്ഷിച്ചതിന് ഞാൻ അങ്കിളിനൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്. ആൻറ്റിക്ക് ഞാനത് കൊടുത്തു. ഇനി അങ്കിളിന് മാത്രമേ തരാനുള്ളെന്ന് ശ്രീകുട്ടി പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന ഐശ്വര്യ അവരെ തന്നെ നോക്കുകയാണ്. എന്താ സമ്മാനമെന്ന് ആദ്യ ചോദിക്കുമ്പോൾ ആദിയെ അവിടെ പിടിച്ചിരുത്തുകയാണ് ശ്രീകുട്ടി. തുടർന്ന് ആദിയെ കെട്ടിപ്പിടിച്ച് മോള് ആദിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുമ്പോൾ ഇത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ. ഇതാണ് ഞാൻ അമൃതാനിക്ക് കൊടുത്ത സമ്മാനമെന്ന് ശ്രീകുട്ടി പറയുമ്പോൾ വാത്സല്യത്തോടെ ശ്രീകുട്ടിയെ നോക്കുകയാണ് ആദി. ഈ മോളെ ഞാൻ എങ്ങനെയാ ഇവിടുന്ന് പുറത്താക്കുക? തുടർന്ന് ആദി കുഞ്ഞിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കാണുന്ന ഐശ്വര്യ പറയുകയാണ്, ആദിയേട്ടൻ എന്തൊരു കള്ളനാ, മക്കളെ രണ്ടുപേരെയും ബാംഗ്ലൂര് പഠിക്കാൻ കൊണ്ടാക്കിയിട്ട് ഇപ്പോൾ കണ്ടില്ലേ സ്വന്തം മോളെ പിടിച്ച് അടുത്ത് നിർത്തിയിരിക്കുന്നു. അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഐശ്വര്യ ദേഷ്യത്തോടെ ആദിയെ നോക്കുകയാണ്. എന്താണെങ്കിലും ഇന്ന് അമൃതേടത്തിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ അടുക്കളയിലേക്ക് ചെല്ലുന്നു. അതേസമയം കറിക്കുള്ള പച്ചക്കറികളെല്ലാം അരിയുകയായിരുന്നു അമൃത. തുടർന്ന് അമൃതയുടെ അടുത്ത് ചെന്ന് നിന്ന് ഐശ്വര്യ പച്ചക്കറി അരിയുമ്പോൾ അമൃത ചോദിക്കുകയാണ്, ഇതെന്താ പതിവില്ലാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ, എന്തു പറ്റി? അത് പിന്നെ ഒന്നുമില്ല, നമ്മുടെ എല്ലാവരുടെയും ഭർത്താക്കന്മാരെ എപ്പോഴും ഒന്നും വിശ്വസിക്കാൻ പാടില്ല. ചിലരുണ്ട് പാവം പോലെ അഭിനയിക്കും, എന്നിട്ട് അവർക്ക് അവിഹിതത്തിലുണ്ടായ കുഞ്ഞുങ്ങളെ കൊണ്ട് വീട്ടിൽ നിർത്താനും ശ്രമിക്കും. ഞാൻ പറയുന്നതൊക്കെ ഏട്ടത്തിക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ കുറച്ചൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് അമൃതയും പറയുന്നു. ഏട്ടത്തിക്ക് സമയം കിട്ടുമ്പോഴേ ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. കുയിലിനെ പോലെ കള്ളസന്തതിയെ വളർത്താനുള്ള ആവശ്യമൊന്നും ഏട്ടത്തിക്കില്ലല്ലോ. എത്രയും വേഗം വേണ്ടതെന്തെന്ന് വെച്ചാൽ ഏട്ടത്തി ചെയ്യണം, ഞാൻ ഒപ്പമുണ്ടെന്ന് ഐശ്വര്യ പറയുമ്പോൾ ഐശ്വര്യ ഒപ്പമുണ്ടല്ലോ, അത് മതി, എനിക്ക് സന്തോഷമായെന്ന് അമൃത പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെയും ജയേഷിൻ്റെയും കാര്യം പുറത്ത് വിഷമിച്ചിരിക്കുന്ന ശ്രീകുട്ടിയാണ്. അതേസമയം ശ്രീകുട്ടിക്കുള്ള പാലുമായിട്ട് അമൃത അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അമൃതാൻ്റി, എൻ്റെ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചോ എന്ന് മോള് ചോദിക്കുമ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നവരെന്നും മോൾ ആദ്യം ഈ പാല് കുടിക്കാനും അമൃത പറയുന്നു. മോള് പാല് കുടിച്ചു കഴിഞ്ഞ് ആൻറ്റി മോളെ കുളിപ്പിക്കാം, എന്നിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് ആഹാരം കഴിക്കാമെന്നും അമൃത പറയുമ്പോൾ അതിന് എൻ്റെ ഡ്രസ്സൊന്നും ഇവിടെ ഇല്ലല്ലോ എന്ന് ശ്രീകുട്ടി പറയുകയാണ്. അയ്യോ, അത് ശരിയാണല്ലോ, ഇപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് അമൃത ചോദിക്കുമ്പോൾ താഴേക്ക് ഇറങ്ങി വരുന്ന അരുൺ പറയുകയാണ്, മോൾക്ക് ഡ്രസ്സ് ഞാൻ വാങ്ങിയിട്ട് വരാം. എന്താ അരുണിന് ഓഫീസിൽ പോകണ്ടേ എന്ന് അമൃത ചോദിക്കുമ്പോൾ അല്പം താമസിച്ചു പോയാൽ മതിയെന്നും ഞാൻ എന്താണെങ്കിലും വാങ്ങിക്കൊണ്ട് വരാമെന്നും അരുൺ പറയുന്നു. വേണ്ട അരുൺ, അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല, ഞാനല്ലേ മോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, എനിക്കറിയാം ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ. അരുൺ ഇപ്പോൾ ഓഫീസിൽ പോയിക്കോളാൻ അമൃത പറയുമ്പോൾ ശ്രീകുട്ടി പറയുകയാണ്, അങ്കിള് വാങ്ങിച്ചാൽ എനിക്ക് ഉടുപ്പെല്ലാം നല്ല ചേർച്ചയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഉടുപ്പ് വാങ്ങിച്ച കാര്യമെല്ലാം ശ്രീകുട്ടി പറയാനൊരുങ്ങുമ്പോൾ അരുൺ വന്ന് മോളെ തടയുകയാണ്. മോളെ, നമുക്ക് ഡ്രസ്സ് ആൻറ്റിയെ കൊണ്ട് തന്നെ വാങ്ങിപ്പിക്കാം, ആൻറ്റി നല്ല ഡ്രസ്സൊക്കെ വാങ്ങിത്തരും, ഇപ്പോൾ അങ്കിൾ പോകട്ടെ എന്ന് അരുൺ പറയുമ്പോൾ ശ്രീകുട്ടി പറയുകയാണ്, എൻ്റെ അമ്മയെ തിരയാനല്ലേ പോകുന്നത്, അമ്മയോട് പറയണം മോള് അമ്മയെ കാണാതെ വിഷമിച്ചിരിക്കുകയാണെന്ന്. ഇത് കേൾക്കുന്ന അരുൺ അവിടെ നിന്ന് പോകുമ്പോൾ അമൃത മനസ്സിൽ പറയുകയാണ്, അരുണിന് കുഞ്ഞുമായിട്ട് നല്ല അടുപ്പമാണല്ലോ, ഇനിയൊരു പക്ഷേ അരുണിന് സത്യങ്ങളെല്ലാം അറിയാമായിരിക്കുമോ? എന്തായാലും ഞാനാണ് ശ്രീകുട്ടിയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, ഇതിൻ്റെ പേരിൽ അരുണിൻ്റെയും ഐശ്വര്യയുടെയും ജീവിതം തകരാനേ പാടില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അരുൺ പോയ വഴി നോക്കി നിൽക്കുകയാണ് അമൃത. പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ്. ഓഡിഷന് പോകാൻ വേണ്ടി ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് രണ്ടുപേരും. അങ്ങനെ കടയിൽ നിന്നും സാരി മേടിച്ച് ഉടുത്ത് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ശ്യാമ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പർദ്ദ ധരിച്ച ഒരു സ്ത്രീ വരികയാണ്. അവരുടെ അടുത്തേക്ക് വന്നതിന് ശേഷം ആ സ്ത്രീ അവരോട് എന്തൊക്കെയോ ചോദിക്കുമ്പോൾ ആരാണെന്ന് മനസ്സിലാകാതെ നിൽക്കുകയാണ് അഖിലും ശ്യാമയും. തുടർന്ന് തൻ്റെ മുഖം മറച്ചിരിക്കുന്ന തുണി മാറ്റുകയാണ് അശ്വതി. അശ്വതിയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അഖിലും ശ്യാമയും. എൻ്റെ മോളെ ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചു, എവിടെയും കാണാനില്ലെന്ന് അശ്വതി പറയുമ്പോൾ അവള് വസുന്ധരാമയുടെ വീട്ടിലുണ്ടെന്ന് ശ്യാമ പറയുന്നു. ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അശ്വതി. ശ്യാമേ, എൻ്റെ മോളെ അവിടെ ആര് നോക്കാനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ അമൃതേട്ടത്തിയുണ്ടെന്നും ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടെന്നും ശ്യാമ പറയുന്നു. അല്ല, അന്നവിടെ എന്താ ഉണ്ടായതെന്ന് അഖിൽ ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം അഖിലിനോട് പറയുകയാണ് അശ്വതി.
ഞാൻ പോയി ബില്ല് ചെയ്തിട്ട് വരാം. നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കാൻ പറഞ്ഞ് അഖിൽ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അഖിൽ ബില്ല് പേ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അമൃതയും ഐശ്വര്യയും ശ്രീകുട്ടിയും കൂടി വരുന്നത്. ഇവരെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അഖിൽ. അതേസമയം മോളെ കണ്ട് അശ്വതി അടുത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ അശ്വതിയുടെ മുഖം മൂടി താഴേക്കിടുകയാണ് ശ്യാമ. ചേച്ചി മുഖം മറച്ചു വേണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാൻ, അറിയാലോ ജയേഷിന്റെ കാര്യമൊക്കെ. ഇത് കേൾക്കുന്ന അശ്വതി ശ്യാമയെ ദയനീയതയോടെ നോക്കുകയാണ്. അതേസമയം ശ്യാമയെ കണ്ടയുടൻ തന്നെ ശ്രീകുട്ടി ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ശ്യാമേച്ചി, എൻ്റെ അമ്മ നിങ്ങളുടെ ഒപ്പം ഉണ്ടോ എന്ന് മോള് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് ശ്യാമ പറയുന്നു. എനിക്കിപ്പോൾ ആരുമില്ല ശ്യാമേച്ചി, ഞാനാകെ ഒറ്റപ്പെട്ടതുപോലെയാ. മോള് വിഷമിക്കണ്ട, അമൃതാൻറ്റി മോളെ അമ്മയെപ്പോലെ തന്നെയല്ലേ നോക്കുന്നതെന്ന് ശ്യാമ പറയുമ്പോൾ ശ്രീകുട്ടി പറയുകയാണ്, അതെ അമൃതാൻറ്റിയെ എനിക്ക് വലിയ ഇഷ്ടമാ. ഇത് കേൾക്കുന്ന അമൃത സന്തോഷത്തോടെ ശ്രീകുട്ടിയെ നോക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ശ്രീകുട്ടിയെ നോക്കുകയാണ് അശ്വതി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.